So whom are we meeting today? We will be having a quick chat with our young patient, Mr. Sadiq, who is from Kerala. So what did he suffer from? He had Stevens-Johnson syndrome. So let's hear from Sadiq about the challenges that he had to face, how he overcame those, and how some of the treatment modalities that have been offered to him have helped him to overcome the issues that he was facing earlier, and has enabled him to work comfortably. So let's hear to Sadiq. 93-ൽ സ്റ്റീഫൻ ജോൺസൺ സിൻഡ്രോം വന്നതാണ്. അതിനുശേഷം അത് എട്ടാമത്തെ വയസ്സിൽ വന്നതായിരുന്നു. അപ്പോൾ അതിനുശേഷം 1 ഇയർ കഴിഞ്ഞ് എൻ്റെ 9ാമത്തെ വയസ്സിൽ റൈറ്റായി ഈ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അപ്പോൾ അതിനുശേഷം പിന്നെ കണ്ടിന്യൂ നിരന്തരം ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ 2021 ലെഫ്റ്റ് ഐയുടെ കാഴ്ചയും വളരെ മങ്ങി വന്നു. അപ്പോൾ അതിനുശേഷമാണ് ഡോക്ടർ ഗീത അയ്യർ മാമിൻ്റെ അടുത്ത് വരുന്നത്. അതിനുശേഷം ഗീത മാമിൻ്റെ 2 സർജറികൾ, 2 സർജറിയുടെ കാഴ്ച വീണ്ടും ബെറ്ററായി. കണ്ണിൻ്റെ കൃഷ്ണമണി വൈറ്റ് ഒരു 40% വൈറ്റ് ആയിപ്പോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9% വരെ മാത്രമേ ഇപ്പോൾ വൈറ്റ് ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബ്ലാക്ക് ആയിട്ട് തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. കാഴ്ചയും ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജോലിയിലും അതുപോലെ പിന്നെ ഇപ്പോൾ ബെറ്ററായിട്ട് ജോലി ചെയ്യാനും ഒക്കെ കഴിയുന്നുണ്ട്. എൻ്റെ ഈ ഗീത മാമിൻ്റെ ഉള്ള ഈ ട്രീറ്റ്മെൻറ്റും ഇപ്പോൾ നിലവിലിപ്പം കോഡ് ഐ സെൻറ്ററിൽ, കോഡ് ഐ കെയറിൽ ആണ് ഇപ്പം ഗീത മാമിൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ എനിക്ക് കണ്ണിൻ്റെ ഉള്ളിൽ ഐലാഷ് കണ്ണിൽ രോമം പൊടിക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. ഐലാഷിന് വേണ്ടി ഇന്നലെ സർജറി കഴിഞ്ഞു. നല്ല ബെറ്ററായിരുന്നു. അപ്പോയിൻമെൻറ്റ് ജോബാണ്, പഞ്ചായത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ നിരന്തരം യൂസാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ഒരു നമ്മൾ ജോലിയിൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കാതെ ജോലി നമുക്കില്ല. അപ്പം അതിൽ ഈ പറയുന്ന കാഴ്ച കുറഞ്ഞതോടുകൂടി അതിൽ കുറച്ച് പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ കണ്ടിന്യൂ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും മറ്റും കഴിയുന്നുണ്ട്. നല്ല